ഒരു മുതലയ്ക്ക് വേണ്ടി സ്വന്തം കുട്ടീനെയും ഭാര്യനെയും വേണ്ടാന്ന് പറഞ്ഞു. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ചീറ്റോ. ഒരു മീൻപിടുത്തക്കാരനാണ്. 90s കോസ്റ്റാറിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ദിവസം മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ ആ പുഴയോരത്ത് ഒരു മുതലിനെ കണ്ടു. ആ മുതലയുടെ ബോഡി ഫുള്ളും മുറിവുകളായിരുന്നു. പകുതി ജീവൻ പോയ അവസ്ഥയിലായിരുന്നു ആ മുതല. ആ മുതലിനെ കണ്ട് പാവം തോന്നി ചീറ്റോന്റെ വീട്ടിന്റെ ബാക്കിൽ ചെറിയൊരു കുളം തോണ്ടി അവിടെ വെച്ച് ആ മുതലയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ദിവസവും ആ മുറിവുകൾക്ക് മരുന്ന് വെച്ച് കൊടുക്കുക, 4 കിലോ ഇറച്ചി കൊടുക്കുക എന്ന് പറഞ്ഞ് 1 മാസം ട്രീറ്റ്മെന്റ് നോക്കി. ആ 1 മാസം കഴിഞ്ഞ് ആ മുതല റിക്കവർ ആയി. ചീറ്റയ്ക്ക് 4 മാസം പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ആ മുതലിനെ കൊണ്ടുപോയി വിട്ടേക്കെന്ന്. ചീറ്റോ എവിടെ നിന്നാണ് ആ മുതലിനെ കൊണ്ടുവന്നേ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വിടുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ആ മുതല ചീറ്റോനെ തേടി വീട്ടിലെത്തി. 3 പ്രാവശ്യം ചീറ്റോ കൊണ്ടുപോയി ആ മുതലിനെ വിട്ടു. 3 പ്രാവശ്യവും ആ മുതല തിരിച്ചു വന്നു. ഇതിലൂടെ ചീറ്റയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ആ മുതലയ്ക്ക് ചീറ്റോനെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച എന്ന് പറഞ്ഞ പേരും വെച്ച് ചീറ്റോ ആ മുതലിനെ കൂടെ കൂട്ടി. മെല്ലെ എൻ്റെ വാലിൽ തൊട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് അതിന് മൗത്ത് കിസ് ചെയ്യുന്നവരെ അവരുടെ ബോണ്ട് കൂടി. എത്ര ഉള്ള സൗഹൃദമാണെങ്കിലും ഒരു പെണ്ണ് വിചാരിച്ചാൽ ആ സൗഹൃദം ഇല്ലാണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം രാവിലെ ചീറ്റയുടെ വൈഫ് ചോദിച്ചു, ഒന്ന് ഈ വീട്ടിൽ ഞാനും കുട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ ആ മുതല ഉണ്ടാവണം. ഒരു മുതലയ്ക്ക് വേണ്ടി സ്വന്തം കുട്ടീനെയും ഭാര്യനെയും വേണ്ടാന്ന് പറഞ്ഞു. ചീറ്റോന്റെ വൈഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് മുന്നോട്ട് ചീറ്റോന് കൂട്ടായിട്ട് പൂച്ച ഉണ്ടായിരുന്നു. 20 വർഷം ഒന്നിച്ച് കഴിക്കുക, ഒന്നിച്ച് നീന്തുക, ഒന്നിച്ച് കിടന്നുറങ്ങാന്ന് പറഞ്ഞ് അവരുടെ ബോണ്ട് കുറച്ചും കൂടി കൂടി. ഒരു ദിവസം രാവിലെ ചീറ്റോ എണീച്ച് നോക്കുമ്പോൾ പൂച്ചയ്ക്ക് ഒരു അനക്കമില്ലായിരുന്നു. ആ 20 വർഷത്തിൽ ഒരു ദിവസം പോലും പൂച്ചോ ചീറ്റോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഒരു മുതല വരെ അതിന് നന്ദി കാണിച്ചു.